എത്ര നേരമാടേ ഇത്? ജോസൂട്ടി വരുവാടേ? വരുവായിരിക്കും അല്ലേ? ദേ ജോസൂട്ടി വരുന്നു. Follow me into a solo. Remember that, kid? So what you wanna do? And where you gonna run when you're staring down the cable of a mic pointed at your grill like a gun? The biscuit is rocking the set. It's like Russian roulette when you play. നമ്മുടെ ജോസൂട്ടി വന്നടാ, ജോസൂട്ടി! എടാ ജോസ്, ഇത് ഞങ്ങളാണ് നിന്റെ പഴയ ചങ്ങാതിമാര്. മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്നാലും നീ നമ്മളെ കണ്ടപ്പോ ഓടിയല്ലോടാ. നമ്മളാടാ പേടിച്ചു പോയി നിന്റെ ഓട്ടം. അല്ല, നീ ഞങ്ങളെ കണ്ടപ്പോ എന്തിനാ ഓടിയത്? എന്നാലും എന്റെ ജോസേ, നീ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നിട്ട് ഇന്ന് 4ാമത്തെ ദിവസം നിനക്കറിയോ? എന്നാലും നീ നമ്മളെ കണ്ടപ്പോ ഓടിയല്ലോ നീ. സത്യം പറയാലോ വർക്കിച്ചേട്ടാ, ഒരു നിമിഷം ഞാനങ്ങ് പേടിച്ചു പോയി. കള്ളന്മാരെയും കൊള്ളക്കാരെയും നാടാണല്ലോ ഇപ്പൊ കേരളം. നീ ആ പറഞ്ഞത് മോശമായി പോയി. അപ്പൊ നീ ഞങ്ങളൊക്കെ അങ്ങനെയല്ലേ കരുതിയേക്കണേ? അയ്യോ, ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, പൊതുവേ പറഞ്ഞതാ. പിന്നെ 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലണ്ടനിൽ നിന്ന് നിങ്ങളുടെ ജോസൂട്ടി എത്തിയിരിക്കുക. എന്തിനാ? ഈ വർഷത്തെ ക്രിസ്മസും ന്യൂ ഇയറും അടിച്ചു പൊളിക്കാം. ആട്ടെ ജോസൂട്ടി, അടിച്ചു പൊളിക്കാൻ നീ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ധൈര്യമായിട്ടിരിക്കും മോനേട്ടാ, ജോസൂട്ടിയല്ലേ പറയുന്നത്. എന്റെ പൊന്നുമൊത്തായി നീ വാചകം അടിച്ചോണ്ടിരിക്കാൻ അവർ പെട്ടി സാധനം താഴോട്ട് വെക്ക്. പിന്നെ എന്തൊക്കെയുണ്ട് ജോസുമനെ ലണ്ടൻ വിശേഷങ്ങൾ? ചാൾസ് രാജകുമാരനും ടോണി എന്തോ എന്റെ പേര്, അയാൾ സുഖമായിട്ടിരിക്കുന്നു. ടോണി ബ്ലെയറിനെ ചാൾസ് രാജകുമാരനെ മാത്രം അറിയാം. അത് ഇങ്ങനെ ഇടയ്ക്ക് പേപ്പർ വായിക്കുന്നുണ്ടാ. കളിയാക്കാതെടൂ, എനിക്ക് അതെങ്കിലും അറിയാം, തനിക്കൊന്നും അതും അറിയില്ലല്ലോ. പിന്നെ അതൊക്കെ പോട്ടെ, ഇപ്പൊ നമ്മുടെ ജോസൂട്ടി കാണാൻ എന്നാ ഗ്ലാമറാണ്. നിങ്ങളൊക്കെ കരുതുന്ന പോലെ ലണ്ടനിൽ അത്ര സുഖ ജീവിതമൊന്നല്ല. ഒരുതരം ആർട്ടിഫിഷ്യൽ ലൈഫ്. ശരിക്കും മടുത്തുപോയി. ജോസൂട്ടി എടാ, എന്തൊക്കെയുണ്ടോ ലണ്ടൻ വിശേഷങ്ങൾ? ആര്? വാസുവേട്ടനോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു വിധത്തിൽ അങ്ങ് പോകുന്നു. ഒന്ന് കാണണം കേട്ടാ. കാണാലോ. തിരക്കില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങിട്ട് പോ. നീ ലണ്ടനിൽ നിന്ന് വന്നപ്പോ നമുക്ക് വല്ല കൊണ്ടുവന്നോടേ? എല്ലാവർക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ചേട്ടാ, ഇത് വല്ലാത്ത ശല്യം വന്നില്ലേ ഇത്? അവൻ തരാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും തരും. അതിന് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അവന്റെ സുഹൃത്തുക്കൾ, പഴയ സുഹൃത്തുക്കൾ ഒരുപാട് ചോദിക്കാനും പറയാനൊക്കെ ഉണ്ട്. നിങ്ങൾ ശല്യം ചെയ്യുന്നു പൊയ്ത്തരാവോന്നു. അവരവിടെ അങ്ങനെ നിന്നോട്ട് വർക്കിച്ചേട്ടാ. ചുമ്മാ ജോസേ, ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് വേറെയാ. പറഞ്ഞത് കേട്ടില്ലേ? എല്ലാവരും ഒന്ന് പോയട്ടെ. ജോസൂട്ടിയെ നാളെയും കാണാലോ. നിന്നോട് പ്രത്യേകം പറയണു. കുടുംബത്തോടാ നാളെ വരുമ്പോഴേ പെട്ടിയിൽ വല്ല കാണണം. കേട്ടോ ജോസൂട്ടി, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളിരിപ്പ്. പിന്നെ എങ്ങനെ ഈ നാട് തന്നാവുന്നേ നീ പറ. അവരൊക്കെ എന്നോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. എന്തായാലും മോശമായി പോയിട്ട് വർക്കിച്ചേട്ടാ. അതൊക്കെ പോട്ടെ ജോസൂട്ടി, ഇനി നീ ലണ്ടനിൽ ഒന്നും പോകണ്ട. ഇവിടെ നിങ്ങൾ ഒരു അച്ചായത്തി പിടിനെ കിട്ടി അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കും. അടിച്ചുപൊളി പറയാന്നുള്ളത് കുറെ നേരമായില്ലോ. എന്നാ പിന്നെ അങ്ങോട്ട് അടിച്ചു പൊളിക്കുമല്ലേ ജോസൂട്ടി? പിന്നെ അല്ലാണ്ട്. എന്റെ ജോസുവിനെ ഈ ജോണി വാക്കറിനെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. സത്യം, ഇതിന്റെ സുഖം എന്തോ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. പക്ഷെ നീ വന്നതിന് ശേഷമാണ് ഇതിന്റെ രുചി എന്തോന്ന് ഞാൻ അറിയുന്നത്. ഇതിനൊക്കെ വില എന്തോ വരൂലേ? സത്യം പറ. ഇന്ത്യൻ മണി ഒരു 2000 രൂപ വരും. ഇതങ്ങ് സ്ഥിരമാക്കിയ കൊള്ളാവുന്നുണ്ട്. പക്ഷെ നീ ഇവിടെ വേണം വാങ്ങിച്ചു തരാൻ. അയ്യോ നീ വന്നാട്ടെ. അയ്യോ പൊന്നെ, വെറുതെ എല്ലാം അവിടെയുള്ള ആൾക്കാർ വെളുത്തിരിക്കണത്. 2000 രൂപയുടെ മദ്യല്ലേ കഴിക്കണത്. ജോസേ, എനിക്കൊരു ഉപകാരം ചെയ്തേ പറ്റൂ. എങ്ങനെയെങ്കിലും ഒരു വിസ ഒപ്പിച്ചേർന്ന് എന്നെ ഇവിടെ നിന്ന് ലണ്ടനിൽ എത്തിക്കണം. ഇവിടെ രക്ഷയില്ലെന്നേ. അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ജോസേ, നീ എന്റെ മോനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം. ജോസേ, നീ വിചാരിച്ചാലേ നടക്കൂ. എന്റെ കാര്യം കഷ്ടത്തിലാ ജോസ് മോനെ. എനിക്കൊരു വിസ ശരിയാക്കി തരണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ലണ്ടനിലേക്ക് അത്ര പെട്ടെന്നൊന്നും വിസ ശരിയാക്കാൻ പറ്റില്ല. അതിനൊക്കെ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇതാണ് എനിക്ക് പിടിക്കാത്തത്. നമ്മളൊരു ആവശ്യം കൊണ്ട് പറഞ്ഞപ്പോ എല്ലാവർക്കും ലണ്ടനിൽ പോകുള്ളൂ. ഇതൊന്നും നടക്കാനല്ല, ഇന്ന് നടത്താനുമല്ല നടത്തിക്കാനുമല്ല. അങ്ങനെ നീ മാത്രം ലണ്ടനിൽ പോയി സൂചിച്ചാ പോരാ, നിന്നെ പോലെ തന്നെ ജോസൂട്ടിക്ക് ഞങ്ങളും. ഇതിനാണ് ജോസയെ അസൂയ എന്ന് പറയുന്നത്. നിങ്ങൾ തമ്മിൽ വഴക്കിടലെന്നേ. എന്നാലാവുന്നൊക്കെ ഞാൻ ചെയ്യാം. എന്റെ പൊന്നു ജോസൂട്ടി, നീ രാജാവാടാ, രാജാവ്. ഇതുപോലെ സമ്പത്ത് ആർക്കൊണ്ടുകൂടെ? സ്വന്തമായി വീടിനുള്ളിൽ ഒരു കടല് വരെ ഇല്ലേ? പിന്നെ വിസ റെഡിയാക്കുമ്പോൾ ആദ്യത്തെ വിസ ആദ്യം ആവശ്യപ്പെട്ടത് ഞാനാണ്. അതുകൊണ്ട് ആദ്യത്തെ വിസ എനിക്ക് തരണം പ്ലീസ്. മോനെ ജോസൂട്ടി, സത്യം പറയാലോ, ഇപ്പൊ അകത്തും വെള്ളം പുറത്തും വെള്ളം. ജോണി വാക്കർ ശരിക്കും പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബീച്ചിനടുത്ത് പുതിയൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ടാ. നല്ല അടിപൊളി ഭക്ഷണം പറയണ. നമുക്ക് അവിടെ പോയിട്ട് പിടിച്ചാലോ? കാര്യം അവിടുത്തെ പിടുത്തം പിന്നെ പിടിക്കാം. ആദ്യം ഈ പിടുത്തം പിടിക്കാം, ഇത് കഴിഞ്ഞിട്ട് അവിടുത്തെ പിടുത്തം. ചലോ ബീച്ച് ഹോട്ടൽ.
എന്റെ യോസെ മദ്യം കഴിച്ചുകൊണ്ട് പറയാന്ന് വിചാരിക്കരുത്. ഈ വർക്കിക്ക് ഒരു ചെറിയ അബദ്ധം പറ്റി. സഹകരണ ബാങ്കിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപ വീടിന്റെ പണിക്ക് ലോൺ എടുത്തു. പക്ഷേ അത് കറക്റ്റായി അടയ്ക്കാൻ പറ്റിയില്ല. എന്റെ പ്രാരാബ്ദമൊക്കെ നിനക്കറിയാമല്ലോ. ലോൺ അടച്ചില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് നോട്ടീസ് വന്നു. അങ്ങനെ സംഭവിച്ച ഞാനും എൻ്റെ മക്കളോട് ആത്മഹത്യ ചെയ്യാതെ യാതൊരു നിവൃത്തിയില്ല. പൊന്നൂസ് എന്നെ സഹായിക്കണം, എന്റെ ന്യൂസിനെ സഹായിക്കണം. എനിക്ക് വേറെ മാർഗമില്ല. എന്താ ഇത് കരയാതെ പറഞ്ഞു? ഞാൻ കരയും. എനിക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കരയും. എനിക്ക് അവകാശമുണ്ട് കരയാൻ. അതുകൊണ്ടാ. ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. ലോൺ അടയ്ക്കാനുള്ള പൈസ ഞാൻ തന്നാ പോരെ. ആപത്തിൽ ഒരു സുഹൃത്തിനെ സഹായിക്കാൻ പറ്റില്ല, പിന്നെ എന്താ ഈ സുഹൃത്ത് ബന്ധത്തിനൊരു വില? എന്താടാ നീ തുപ്പുന്നേ? എന്റെ ജോസുമോനല്ലോ എനിക്ക് പൈസ തരാന്ന് പറഞ്ഞു. കേട്ടിട്ട് തുപ്പാനല്ല, എനിക്ക് ഓക്കാനിക്കാനാ തോന്നുന്നത്. നീ പലതും വിചാരിക്കും. നീ കുറെ വിചാരിക്കുന്നതിനാന്ന് എനിക്ക് അറിയാം. എന്റെ ദൈവത്തെ ഞാനിത് കാണട്ടെ. 5 കൊഞ്ചു ഫ്രൈ. ജോസെ പറയുമ്പോ എല്ലാവർക്കും കൊണ്ട് ബുദ്ധിമുട്ട്. നിനക്കറിയാമല്ലോ 3 പെങ്ങന്മാർ എനിക്ക്. മൂത്തനെ കെട്ടിച്ചു വിട്ടതിന്റെ ബാധ്യത ഇതുവരെ തീർന്നിട്ടില്ല. ഇനി 2 എണ്ണം കൂടിയുണ്ട്. അതുങ്ങൾ എന്ത് ചെയ്യണം നീ പറ. അന്തസ്സായിട്ട് പണിയെടുത്ത് കെട്ടിച്ചു വിടണോടാ അവരെ. ചേട്ടാ നീ എന്തിനാണ് എല്ലാത്തിനും ഇടം കൊല്ലിക്കുന്നത്? മത്തായി നീ എന്ത് വേണം പറഞ്ഞോ, പക്ഷെ ജോലി എന്ന കാര്യം മാത്രമാണ് പറയരുത്. ശരിയാ, ശരീരം മുഷിയും. ജോസെ നിന്റെ കൂടെ ഒരു സ്കൂളിൽ ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചനല്ല ഞാൻ. നിന്റെ ഈ ആത്മാർ സുഹൃത്തിനെ രക്ഷിക്കില്ലടാ. എന്താടാ ഇത്? കരയാൻ മാത്രം ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? നിന്റെ പെങ്ങന്മാരുടെ കല്യാണം നടത്തണം, അതിന് കുറച്ച് പൈസ വേണം. ഞാൻ തന്നെ സഹായിച്ചാ പോരെ? പ്രശ്നം തീർന്നല്ലോ. പ്രയാസം പറഞ്ഞു പ്രശ്നം തീർന്നല്ലോ. എന്തു ആടാ ഇത്? ഒരു പാവം ലണ്ടനിൽ കിടന്ന് കഷ്ടപ്പെട്ട് കുറെ കാശും ഉണ്ടാക്കി വന്നെന്നും പറഞ്ഞ് ഇങ്ങനെ പെരുമാറരുത്. ഇത്രയ്ക്ക് തറയാവരുത്. ഇതൊന്നും അത്ര കാര്യാക്കണ്ട മത്തായി ചേട്ടാ. അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കഷ്ടപ്പാട് പറയുമ്പോ മിക്കുണ്ടോ കഷ്ടപ്പാട്? എന്റെ മോള് റീന മോള് നേഴ്സിങ്ങിനാ പഠിക്കണേ. അടുത്ത മാസം 3 ലക്ഷം രൂപ കൊടുക്കണം. 3 ലക്ഷം രൂപ ഞാൻ ഇവിടെ നിർത്തി വെച്ചു കൊടുക്കാനാ? നീ ഇവരുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ ഏറ്റല്ലടാ. എന്നാ പിന്നെ മത്തായി ചേട്ടൻ ഒന്ന് സഹായിക്കടാ. നിനക്ക് പുണ്യം കിട്ടും, പുണ്യം. റീന മോളുടെ ഫീസ് അടയ്ക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ തരാന്ന ക്യാഷ്. നീ സ്നേഹമുള്ളവനാടാ. നീ പുലിയാണ് പുലി. ജോസുമോനെ നീ ചീറ്റ പുലിയാ. പിന്നെ മോനെ നീ ഇവിടുത്തെ താറാവ് ഇറച്ചി കഴിച്ചിട്ടുണ്ടോ? ഇല്ല. നല്ല താറാവാ, നല്ല രസമാ. 5 ഫ്രൈ താറാവിന്റെ. വീട്ടിൽ അല്ലീസിനാ പാഴ്സലാ. ജോസേ നീ വന്നേ. എന്തൊക്കെയുണ്ട് ചാച്ച വിശേഷം? ദേ ജോസൂട്ടി, പറയുമ്പോൾ ഒന്നും തോന്നരുത്. നിന്റെ ഒരേ ഒരു ചാച്ചനെന്ന അധികാരത്തിൽ ഞാൻ പറയുക. നിന്റെ പപ്പയും മമ്മിയും മരിച്ചപ്പോൾ നിന്നെ അനാഥാലയത്തിൽ വിട്ട് വളർത്തിയത് നീ നല്ലപോലെ ജീവിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാ. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായെന്നോ? ആവശ്യമില്ലാത്ത ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കണമെന്ന്. അത് പിന്നെ ചാച്ച, എടാ നിന്റെ കയ്യിൽ ഇപ്പോൾ കുറേ കാശുണ്ട്. ഇതെല്ലാം ഇവന്മാർ കൂടി ഇപ്പം തീർക്കും. തീർന്നു കഴിയുമ്പോൾ ഇവന്മാർ മൂട്ടിലെ പൊടിന്നിട്ട് അമ്മാരെ വഴിക്ക് പോവും. അപ്പോഴും നിനക്ക് ഞങ്ങളെ ഉണ്ടാവുള്ളൂ കേട്ടോ ജോസൂട്ടി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ ആയിക്കൂ. അതൊക്കെ പോട്ടെ, കൈ ചില്ലറ വല്ല ഇരിപ്പുണ്ടോ? എത്ര വേണ്ടത്? ഒത്തിരി ഒന്നും വേണ്ട, ഒരു 5000. മോനെ ജോസൂട്ടി, ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞ കേട്ടോ ഇതൊക്കെ. പിന്നെ ഇളയമ്മ നീ വരുന്ന നോക്കി കാത്തിരിക്കുക. നീ ലണ്ടനിൽ നിന്ന് വരുമ്പോൾ ഏതാണ്ട് 10 പവന്റെ സ്വർണ്ണമാല കൊണ്ടുവരാന്നോ ഏതാണ്ടൊക്കെ പറയുന്നത് കേട്ടു. പിന്നെ പെണ്ണുങ്ങളല്ലേ, മരിച്ചാലും തീരുമോ സ്വർണത്തിനോടുള്ള ആർത്തി? ഈ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ ചാച്ച. ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഇളയമോട് പറഞ്ഞേക്കാം. ആയിക്കോട്ടെ. 5000 ഉണ്ടാവും. മോനെ ജോസൂട്ടി, പിന്നെ മാലയുടെ കാര്യം മറക്കരുത് കേട്ടോ. അവൾ ആശിച്ചു പോയതാടാ കേട്ടോ. 5000 ഒത്തു.